നമസ്കാരം. വട്ടമേശ ചർച്ച ചെയ്യുന്നത് IS-ൽ ചേരാൻ വേണ്ടി പോയി എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ ചില കുടുംബങ്ങളെക്കുറിച്ചാണ്. അത് കേരളത്തിലുണ്ടാക്കുന്ന ആശങ്കയെക്കുറിച്ച്, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം, അതിൻ്റെ ആത്മീയ പശ്ചാത്തലം. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ, ഗവേഷകൻ ജോൺ സാമുവൽ, ഡോക്ടർ ജമീല ബീഗം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ മുൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡോക്ടർ വർഷ ബഷീർ, സാമൂഹ്യ ഗവേഷക, അഷ്റഫ് കടക്കൽ, കേരള സർവകലാശാല അധ്യാപകൻ. ചർച്ച ആരംഭിക്കാം. അഷ്റഫ്, കഴിഞ്ഞ ആഴ്ച അഷ്റഫ് പറഞ്ഞു വെച്ചത് ആത്മീയമായ ഒരു തീവ്രവാദത്തിലേക്ക് എത്തി നോക്കുന്ന, അങ്ങോട്ടേക്ക് നീങ്ങുന്ന ഒരു പുതിയ ആത്മീയത. ആ പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന ഒരു ആത്മീയ ചിന്താഗതി ആപത്തിലേക്ക് കടക്കുകയാണോ? ഡോക്ടർ വർഷ ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് സ്പിരിച്വാലിറ്റി ഏതളവ് വരെ ആകാം എന്നൊരു ചോദ്യം. അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഖുർആനും ഇസ്ലാമും കൃത്യമായി അതിന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഒന്ന്, ഈ റിലീജിയനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മുത്തവസിത്ത് എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. മധ്യമ മാർഗം എന്നുള്ളതാണ്. എക്സ്ട്രീം റൈറ്റും അല്ല ലെഫ്റ്റും അല്ല, മധ്യമ മാർഗം. മുത്തവസിത്ത് എന്ന പദമാണ് സാങ്കേതികമായി ഉപയോഗിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രോഫറ്റ് അനുയായികളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തം വഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് ഈ ഭൂമിയിലും മരണശേഷമുള്ള ലോകത്തും നന്മകൾ ഉണ്ടാകണമേ, നിനക്ക് ഗുണമുണ്ടാകണമേ എന്നെപ്പോഴും നീ പ്രാർത്ഥിക്കുക. ഉമർ പറഞ്ഞു, നീ രാവിലെയായാൽ വൈകുന്നേരം, നീ ഭൂമിയിൽ എന്നെന്നും ജീവിക്കുന്നവനെ പോലെ തന്നെ ജീവിക്കുക. പക്ഷേ വൈകുന്നേരമായാൽ നാളെ പുലരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത് രണ്ടിനെയും ഇടയിലുള്ള ഭൂമിയും ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദ്വിധ്രുവത, ബൈപ്പൊളാരിറ്റി നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ആ ബൈപ്പൊളാരിറ്റിയെ സംബന്ധിച്ചാണ് ബെഗോവിച്ച് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഈസ്റ്റ് യൂറോപ്യൻ മതപണ്ഡിതൻ അലീജ ഇസത്ത് ബെഗോവിച്ച്, ബോസ്നിയയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. ഡോക്ടർ എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന പ്രശസ്ത സാഹിത്യകാരനാണ് അത് പരിഭാഷപ്പെടുത്തിയത്. രാജപാത, ഇസ്ലാം രാജമാർഗം എന്ന പേരിലാണ് ആ പുസ്തകം മലയാളത്തിൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തി. അതിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ആധുനിക സ്കോളേഴ്സും ക്ലാസിക്കൽ കാലഘട്ടത്തിലെ സ്കോളേഴ്സും ഒരുപോലെ മതത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു മധ്യമ മാർഗമായിട്ടാണ്. അതിൽ നിന്ന് ഭിന്നമായ ഒരു മാർഗത്തെ അന്വേഷിക്കുക എന്നത് അതൊരു വിശ്വാസഭ്രംശമാണ്. ഈ വിശ്വാസഭ്രംശം എങ്ങനെ ഈ ചെറുപ്പക്കാരിൽ പിടികൂടി എന്നതാണ് നമ്മൾ കാര്യമായി അന്വേഷിക്കേണ്ടത്. അവിടെയാണ് പാരമ്പര്യമായ മതപാഠശാലകളിൽ പഠിക്കാത്ത, റിലീജിയനെ അതിൻ്റെ കൃത്യതയോടെ മനസ്സിലാക്കാത്ത ആളുകളിൽ നിന്ന് മതത്തെ പഠിക്കാൻ വരുമ്പോഴുള്ളൊരു ശ്രമമാണ്. ഉദാഹരണമായി ഞാനിവിടെ കാണുന്ന ഒന്നാമത്തെ വില്ലൻ ഓൺലൈൻ ഇസ്ലാമാണ്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ മതം പഠിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്തു നിന്നോ, ഏതെങ്കിലും ഒരു മതപാഠശാലയിൽ നിന്നോ, ഏതെങ്കിലും ഒരു വലിയ അധ്യാപകൻ്റെ അടുത്തു നിന്നോ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അടുത്തു നിന്നോ, എന്തിന് ഒരു സംഘടനാ നേതാവിൻ്റെ അടുത്തുനിന്ന് പോലും അല്ല എന്നുള്ളതാണ് ഏറ്റവും ദുര്യോഗമായിട്ടുള്ളത്. ഈ ഓരോ വ്യക്തികളും മതത്തെ പഠിക്കുന്നത് ഓൺലൈൻ സോഴ്സുകളിൽ നിന്നാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ തീവ്രവാദി പ്രസ്ഥാനങ്ങളും ആശയപ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന വലയിലേക്ക് ചെലന്തി വലയിൽ കുടുങ്ങുന്ന ഇരകളെപ്പോലെ ഈ പാവം മനസ്സുകൾ ചെന്നകപ്പെടുകയാണ്. അപ്പോൾ ആ വലയിൽ കുടുങ്ങിയാൽ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവർക്ക് കഴിയുന്നില്ല. മെല്ലെ മെല്ലെ ഇത്തരത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം ഒരുതരം അവരതിനെ സുഹൃദ് എന്നാണ് വിളിക്കുന്നത്, പരിത്യാഗം. എന്ത് പരിത്യാഗം? ഈ പ്രപഞ്ചത്തെ പരിത്യാഗം, ഈ ഭൂമിയെ പരിത്യജിക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ ദൈവത്തിലേക്ക് യാത്രയാകുന്നു. നിങ്ങൾ ദൈവത്തിലേക്ക് യാത്രയാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയ അനുഭൂതി തരുന്ന, തെറ്റിൻ്റെ സാഹചര്യമില്ലാത്ത, ഈർഷ്യശൃംഖൻ ഏത് സാഹചര്യത്തിൽ ജീവിച്ചോ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു ഐലൻഡിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നു. അപ്പോൾ ആ യാത്ര ക്രമേണ തുടങ്ങി അവിടെ ആ ഐലൻഡിൽ എത്തിയാൽ പിന്നെ സ്വാഭാവികമായും അവരുടെ യാത്ര കഴുത്തറക്കുന്ന IS-ന്റെ ലോകത്തിലേക്കായിരിക്കും. കാരണം ഇവർ ലോകത്തെമ്പാടും തിന്മ നിറഞ്ഞു നിൽക്കുന്നു. തിന്മ നമ്മൾ ഉത്ബോധനങ്ങളിലൂടെ തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ശക്തി പ്രയോഗിച്ച് നിങ്ങൾ തിന്മയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കണം. IS-ന്റെ ഐഡിയോളജി അതാണ്. IS-ന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നു. തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ബോധനങ്ങൾക്ക് പ്രസക്തിയില്ല, അതിന് സാങ്കത്യമില്ല. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കും. അഷ്റഫ് കടക്കലിനെ ജോൺ സാമുവൽ, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, അഷ്റഫ് കടക്കലിൻ്റെ ഇപ്പോൾ പറഞ്ഞ വാചകങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന് ഒരു പുതിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. കേരള സർവകലാശാലയിൽ ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഗുരുവാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ
അവിടുത്തെ നാനാ തരത്തിലുള്ള ഗ്രൂപ്പുകൾ അഷ്റഫിനെ കടിച്ചു കുടയും. അതല്ലേ സ്ഥിതി? ആത്മീയത കച്ചവടമാക്കി വെച്ചിരിക്കുന്ന, ആത്മീയത ഞങ്ങളുടെ കുത്തകയാണ്, ഞങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന് കരുതി വെച്ചിരിക്കുന്ന സോക്കോൾഡ് മത നേതാക്കന്മാർ നാളെ അഷ്റഫ് കടക്കലിനെ പിച്ചു ചിന്തും. അല്ലല്ല, അതിൻ്റെ പറഞ്ഞ പോലെ ഈ ആത്മീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ റിലീജിയൻ, ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ട്, 5 തലങ്ങളിലാണ് വർത്തിക്കുന്നത്. ഒന്ന്, അനുഭവബോധങ്ങളുടെ തലങ്ങളിൽ. കാരണം എല്ലാ മനുഷ്യനും ഞാൻ ആരാണ്, ഞാൻ ഈ പ്രപഞ്ചവും ഈ സമൂഹവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ ചെറുപ്പം തൊട്ട് ചിന്തിച്ചു കൊടുക്കുമ്പോൾ തൊട്ട് അത് അനുഭവങ്ങളുടേതാണ്. ആ അനുഭവങ്ങളുടെ ബോധതലങ്ങളിൽ നിന്നാണ് ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത്. മറ്റേ മനുഷ്യനിൽ ആശ്രയമില്ലാതെ വരുമ്പോൾ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ഡിപ്പെൻഡൻസി. രണ്ടാമത്, മതങ്ങൾ എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരിടമാണ്. ഈ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന. കാരണം തിയോളജി, ബിഗിനിങ് ഓഫ് തിയോളജി ഈസ് ഇൻ ഫിലോസഫി. മൂന്നാമത്, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പവറാണ്. അതായത് നമ്മുടെ ജനനവും വിവാഹവും മരണവും സംസ്കരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പവറാണ്. നാലാമതെന്ന് പറഞ്ഞാൽ അത് അധികാര ഗർവുകളുടെ, രാഷ്ട്രങ്ങളെ പിടിച്ചടക്കുന്ന ആയുധ ശേഖരങ്ങളുടെ പവറാണ്. സാധാരണ ജനങ്ങൾ ഈ ഒന്നാമത്തെ തലത്തിലാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ തലത്തിലും ഈ ഒന്നാമത്തെ തലവും 5ാമത്തെ തലവും തമ്മിലുള്ള വൈവിധ്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തലത്തിൽ ഒരാളോട് പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥ ദൈവത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ഇങ്ങനെ അയക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ചിന്തയറ്റ് ഈ പഴയ പാളയങ്ങളിലേക്ക് ആൾ കൂപ്പുകുത്തുകയാണ്. ആ ഒരു പ്രക്രിയ ഉണ്ടാകുന്നത് 2 കാരണങ്ങൾ. ഒന്ന്, ദ ഇൻസെക്യൂരിറ്റി ഇൻ ദ വേൾഡ് ഹാസ് ബിക്കം സോ ഹൈ. പല രീതിയിലും എപ്പോഴും ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറുന്ന ബസ്സിനെ ഭയപ്പെടുകയാണ്, ഞാൻ കാണുന്ന സിനിമയെ ഭയപ്പെടുകയാണ്. അപ്പോൾ ഈ ഭയപ്പാടിൽ നിന്നുള്ളൊരു പലായനമാണ് ഇത് ഇസ്ലാമിൽ മാത്രമല്ല നടക്കുന്നത്. നിങ്ങൾ ഇന്ന് ആഫ്രിക്കയിൽ ചെന്നാൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകളിൽ ഉള്ള ചർച്ചകൾ 30,000-40,000 ആൾക്കാർ. ശരിയാണ് ജോൺസൺ. കേരളത്തിലെ ഏറ്റവും ചലനാത്മകമായ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് വർഷങ്ങളായിട്ട് മുസ്ലിം സമുദായത്തെ വളരെ അടുത്ത് വീക്ഷിക്കുന്നതാണ്. രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം, മുസ്ലിം വളർച്ച, എന്ത് ഭയങ്കര വളർച്ചയാണ്, അസൂയാവഹമായ വളർച്ചയല്ലേ. ഒരു ആത്മീയതയിലേക്ക് പോകാൻ ഇതുപോലെ വളർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. മുസ്ലിം സമുദായം ഒരു സാമാന്യന ഈ ആത്മീയതയ്ക്ക് പുറകെ പോകുന്നില്ല. അവരുടെ മുമ്പിൽ മാധ്യമങ്ങൾ, മുസ്ലിം സമുദായത്തിൽ തന്നെ എത്രയോ പത്രങ്ങളിരിക്കുന്നു, വളരെയധികം വായിക്കുന്നത്. ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ സർക്കുലേഷൻ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയാണ്. ഒരു നിയോ ലിറ്ററസി, പ്രസംഗം ഇഷ്ടപ്പെട്ടിരുന്ന സമുദായമാണ്. അതുപോലെ ലേഖനങ്ങൾ വായിക്കുന്ന, ആഹ്വാനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിലെ അംഗങ്ങളെ പെട്ടെന്ന് കുലുക്കാൻ പറ്റും. പക്ഷേ ഇവർ അതേസമയം തന്നെ ലോകത്തിലേക്ക് കണ്ണു തുറന്നിരിക്കുകയാണ് ഈ സമുദായം. ഇത്രയധികം മിടുക്കരായ കുട്ടികൾ ഏത് സമുദായത്തിലാവുള്ളത്? ഇപ്പോൾ റാങ്കുകൾ മേടിക്കുന്ന കുട്ടികൾ, മലപ്പുറത്തെ കുട്ടികളല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അതുപോലെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ. അപ്പോൾ അഷ്റഫ് പറയുന്നത് ആത്മീയതയിലേക്ക് ഒരു ചെറിയ സമുദായം, ഒരു ചെറിയ വിഭാഗം പോകുമ്പോഴും വൻ ഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വളർച്ചയിലേക്കാണ് നീങ്ങുന്നത്. അതല്ലേ ശരി? ഈ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ ഇഷ്യൂസും ചർച്ച ചെയ്യും, അണ്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസും ചർച്ച ചെയ്യും. വികസനത്തിൻ്റേതായ പ്രശ്നങ്ങൾ, വികസനമില്ലായ്മയുടേതായ പ്രശ്നങ്ങൾ. അപ്പോൾ വികസിത രാജ്യങ്ങളിലുള്ള പ്രശ്നമല്ല അവികസിത രാജ്യങ്ങൾ നേരിടുന്നത്. അത് രണ്ടായിട്ട് തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവർ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്, അവർ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗൾഫ് മൈഗ്രേഷന് ശേഷം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം കൃത്യമായ അതിൻ്റെ സോഷ്യോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇതുവരെ കൃത്യതയോടെ പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ഗൾഫ് മൈഗ്രേഷൻ്റെ ചില ബൈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ തരത്തിലുള്ള സലഫിസം എന്ന് പറഞ്ഞാൽ ഞാനതിനെ ഗൾഫ് സലഫിസം എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ മുഹമ്മദ് ബിൻ അബ്ദുവോ റഷീദ് റുദയോ പ്രതിനിധാനം ചെയ്യുന്ന അവർ മുന്നോട്ട് വെച്ചൊരു ആശയമല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി വെച്ചതുമല്ല. ഇത് പെട്രോ ഡോളറിന് ശേഷം വന്ന ഗൾഫ് സലഫിസത്തിൻ്റെ സ്വാധീനത്താലുണ്ടായ ഒരു മാറ്റമാണ്. സമ്പന്നത, അതിസമ്പന്നത,
അപ്പോൾ എന്നാൽ അതിനർത്ഥം കേരളത്തിലെ മുസ്ലിങ്ങൾ അതിസമ്പന്നരായി എന്നുള്ളതല്ല. പക്ഷേ ഈ ഗൾഫ് ബൂമിൻ്റെ ഭാഗമായി വന്ന ഒരു പുതിയ മതത്തിലേക്കുള്ള അവരുടെ അന്വേഷണം, ജീവിതത്തിൻ്റെതായ പുതിയ ഭൗതികമായ ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റം, ഈ മാർക്സൊക്കെ ഇത്തരം സംഗതികളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ആളുകളാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിൽ വന്ന ആ ഒരു മാറ്റം അത് പലപ്പോഴും വളരെ വേഗത്തിലായിരുന്നു. അറബികൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒട്ടകക്കെട്ടിൽ നിന്ന് നേരെ കോക്പിറ്റിലേക്കാണ്, ഒട്ടകക്കെട്ടിൽ നിന്ന് നേരെ ഒറ്റയടിക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായി കടന്നു പോകണം. അതാണ് ചരിത്രത്തിൻ്റെ നിയമം. ചരിത്രത്തിൻ്റെ ആ നിയമത്തെ അതിലംഘിച്ചുകൊണ്ടാണ് അറബികൾക്കൊരു മുന്നേറ്റം ഉണ്ടായത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ അറബികൾ ഇന്ന് നേരിടുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗൾഫ് ബൂം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഇവിടെ എവിടെയൊക്കെയോ ചില കണ്ണികൾ വിട്ടുപോയിട്ടുണ്ട്. അത് സാമൂഹിക ഘടനയിൽ, സാമൂഹികമായ വളർച്ചയിൽ ആ വിട്ടുപോയ കണ്ണികളുടെ ചില അനുരണങ്ങളിലാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളായിട്ട് ഞാൻ കാണുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അതാണ് വർഷ, ഈ പണം കൂടിയപ്പോഴത്തേക്ക്, സമ്പത്ത് കൂടിയപ്പോഴത്തേക്ക് ആത്മീയത കൂടിയോ? ഇപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞു വെക്കുമ്പോൾ പറയേണ്ടി വരുന്നത് കൺസ്യൂമറിസം, അല്ലെങ്കിൽ യു ക്യാൻ ബൈ എവറിത്തിങ് എന്നുള്ള സ്ഥലത്ത് ക്യാൻ യു ബൈ ഹാപ്പിനെസ്, ക്യാൻ യു ബൈ സ്പിരിച്വൽ കണ്ടെയ്ൻമെൻറ്റ്, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പണമുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ല പണമില്ലാത്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ പണമുള്ളവർ ഇങ്ങനെ കരുതുന്നെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അവർ ഈ ഒരു സ്പിരിച്വൽ ക്വസ്റ്റിലേക്ക്, അതായത് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഐ ആം കണ്ടെൻറ്റ്, എവറിത്തിങ് ഇസ് ദെയർ ഫോർ മീ ടു ലീഡ് എ കണ്ടെൻറ്റ് ലൈഫ്. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കണ്ടെൻറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നില്ല? അതൊരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പറയും, ഇറ്റ് ഇസ് എ മിസ്പ്ലേസ്ഡ് സ്പിരിച്വാലിറ്റി. ട്രൈങ് ടു ഫൈൻഡ് വാലിഡിറ്റി ഫോർ വൺസ് ലൈഫ് ഇൻ എ മിലിറ്റൻറ്റ് സ്റ്റേറ്റ്. അതായത് ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഈ പറഞ്ഞ എല്ലാ ഇസ്ലാമിക മാനങ്ങളുമുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോയി എന്നുള്ളതിന് മാം പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ ഇതുവരെ നമുക്ക് കൃത്യമായ തെളിവുകളില്ല. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു അന്തർധാര അവിടെ ഉണ്ട് എന്ന് സാറ് പറയുമ്പോൾ, ആ അന്തർധാര അത് വരുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അത് മതം കൊടുക്കുന്നതാണോ ആ ധാര? അതിന് ഇസ്ലാമിന് എത്രത്തോളം അതിൽ പ്രസക്തിയുണ്ട്? ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ വി ആർ സിറ്റിംഗ് ഹിയർ ആൻഡ് വിപ്പിംഗ് അപ്പ് ഇസ്ലാമോഫോബിയ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിൽ അവരുടെ ഇസ്ലാമോഫോബിയ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രോജക്റ്റിൽ അഫിലിയേറ്റഡ് ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ സീരിയസ്ലി അനലൈസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഹൗ മീഡിയ കണ്ടന്റ്, how talks are generating Islamophobia. I am not saying there is not any basis for a concern. ഇപ്പം ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സലഫി സ്ട്രെയിൻ അധികമായി വരുന്നെങ്കിൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് കോഷ്യസ് ആയിരിക്കണം. അതിന് തടയിടത്തൊക്കെ കൗൺസിലിംഗ് സിസ്റ്റംസ് നമുക്ക് എല്ലാ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലും ഉണ്ടാവണം. വി ഓൾ ഷുഡ് ബി കൺസേൺഡ് ആൻഡ് കോഷ്യസ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ പെട്ടെന്ന് ഒരു ഇക്വേറ്റിംഗ് ഓഫ് തിങ്സ്. അതായത് സാക്കിർ നായിക്കിൻ്റെ സ്പീച്ച്, അവിടെ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ആരെയെല്ലാമോ കാണുന്നില്ല, അവരെപ്പോഴോ ഒരു വീഡിയോ കണ്ടിരുന്നു. ബട്ട് അഗൈൻ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് പോലെ ഇതിനെല്ലാം ഒരു കണക്ഷൻ ഉണ്ടോ ഡിറക്ട്ലി ടു ഐസിസ്? ഇതിനെല്ലാം ടെററിസത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ, ഇവിടെ സാറ് ഈ കണ്ണികൾ ഇടയിൽ മുറിഞ്ഞുപോയി എന്ന് ആ വിഷയത്തിൽ സംസാരിച്ച അതേ പ്രയോഗം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറയും. കണ്ണികൾ ഒരുപാട് മുറിഞ്ഞ് ഇതിനിടയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇത്തരം കുറേ കാര്യങ്ങളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കണ്ണികൾ മുറിഞ്ഞു. മതം പഠിപ്പിക്കുന്നവർക്ക്, ആത്മീയത പഠിപ്പിക്കുന്നവർക്ക് സമൂഹത്തിൽ, നിങ്ങളുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണോ ഇത്? ഇല്ല, അങ്ങനെ ലെറ്റ് മീ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ വിത്ത് അനദർ ക്വസ്റ്റ്യൻ. എവിടെയാണ് ഇസ്ലാമിൽ നമുക്കൊരു സുപ്രീം പവർ ഉള്ളത്? ഡു വി ഹാവ് എ പവർ ലൈക്ക് വത്തിക്കാൻ ഓർ ദ പോപ്പ് ഗിവിംഗ് അസ് നോളജ് അബൌട്ട് വാട്ട് ഇസ്ലാം ഇസ്? അങ്ങനെ ഒരു പൗരോഹിത്യ സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല. ഉണ്ടോ സർ? സാറാണ് അതിന് ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഒരു ഉത്തരമില്ല. ജോൺ സാമുവലെ, ഈ പറയുന്ന ആത്മീയ മുന്നേറ്റങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു സാമ്പത്തിക ലക്ഷ്യമുണ്ട്. രാംദേവ് പ്രണായാമം നടത്തുമ്പോൾ ആയിരങ്ങൾ കൂടെ ചിരുമ്പോൾ അതിനകത്ത് കോടികൾ ഇങ്ങോട്ട് മറിയുകയാണ്. അതിനകത്തൂടെ അത് ആൾദൈവങ്ങൾക്ക് എന്താ? ആൾദൈവങ്ങൾ എന്തിനാ മെഡിക്കൽ കോളേജ് നടത്തുന്നത്? ഈ പണമാണ് എൻ്റെ പ്രശ്നം. ലോകത്തെങ്ങും ആത്മീയതയ്ക്ക് പിന്നിൽ വൻ സാമ്പത്തികമായ മുന്നേറ്റങ്ങളുമുണ്ട്.
അത് സെല്ലിംഗ് സ്പിരിച്വാലിറ്റി എന്നൊരു ബുക്ക് തന്നെയുണ്ട്. അതായത് എങ്ങനെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥാപിത ഗ്ലോബൽ ക്രമം, നിയോ ലിബറൽ ക്രമം എങ്ങനെയാണ് ഇതൊരു കമ്മോഡിറ്റി ആക്കുന്നതും എങ്ങനെ അത് ആളുകൾ ബൈൻ ചെയ്യുന്നു എന്നുള്ളതിൽ ഈ പറഞ്ഞ ഒരു ട്രെൻഡിനെ അതിലേക്ക് കൂട്ടിക്കിട്ടാമോ എന്നുള്ളതിന് ഒരുപാട് റിസർച്ച് ഇനിയും ചിലപ്പോൾ വേണ്ടി വരും. അതിൻ്റെ പിന്നിലെ സാമ്പത്തിക അല്ലേ, ഇപ്പോൾ ഈ മുല്ലാക്കന്മാരും മദ്രസ സംവിധാനം നമ്മൾ പൊതുവെ എല്ലാ ചർച്ചയിലും പറയും മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടാൻ കാരണം മദ്രസകളാണ്. ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി എല്ലാ ഗ്രൂപ്പുകളുടെയും സിലബസ് കൃത്യമായി പരിശോധിക്കുന്ന ആളാണ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഏതാണ്ട് 50 പ്രസിദ്ധീകരണങ്ങൾ നിരന്തരമായി ഞാൻ ഫോളോ ചെയ്യും. മുസ്ലിങ്ങൾക്കിടയിൽ 50ഓളം പ്രസിദ്ധീകരണങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ മാതൃഭൂമിക്കും കലാഭൂമിക്കും എല്ലാം ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. കൊണ്ടമാനം വായനക്കാരുണ്ട്. ഈ വായനക്കാരുള്ളത് കൊണ്ട് തന്നെ ഓരോ മുസ്ലിം ഗ്രൂപ്പും ഒരു ഗ്രൂപ്പിൽ തന്നെ 10 പ്രസിദ്ധീകരണങ്ങൾ വെച്ച് അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു വായനാ സമൂഹം, അത്തരത്തിലുള്ളൊരു ഇൻ്റലക്ച്വൽ ഉണർവ് എല്ലാം അവിടെ ഉണ്ട്. ഏതാണ്ട് 1500കളിലാണ് മദ്രസ സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകളുള്ളത്. ആദ്യത്തെ മദ്രസ പൊന്നാനിയിൽ സ്ഥാപിച്ചു. ആ മദ്രസയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ദ ഫസ്റ്റ് റിട്ടൺ ഹിസ്റ്ററി ഓഫ് കേരള ഉണ്ടായത്. ആ മദ്രസയിൽ നിന്നാണ്. തുഹഫത്തുൽ മുജാഹിദീൻ എന്നാണ് അതിൻ്റെ പേര്. ഷെയ്ഖ് സൈനുദ്ദീൻ കേരളത്തിൻ്റെ ഫസ്റ്റ് റിട്ടൺ ഹിസ്റ്ററി, ആദ്യത്തെ ചരിത്രരേഖ ഉണ്ടാക്കിയത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഇൻ്റലക്ച്വൽ പാരമ്പര്യം, അത് ചരിത്രം പഠിക്കുന്നു, വാനശാസ്ത്രം പഠിക്കുന്നു, ഭൂമിശാസ്ത്രം പഠിക്കുന്നു, സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നു, അത്തരത്തിലുള്ളൊരു പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു മദ്രസ പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ മദ്രസ പാരമ്പര്യം നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ മദ്രസ സമ്പ്രദായത്തിലൂടെ അല്ല ഈ വിശ്വാസ മനോരോഗമാക്കിയ ആളുകൾ പഠിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടെ. പിന്നെ രാംദേവിൻ്റെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ നമ്മൾ ഈ മതത്തെ യഥാർത്ഥത്തിൽ പിന്നെ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഒരു സംഗതിയാണ്. ഇപ്പം നമുക്കറിയാം, കുപ്പിവെള്ളം, നെയ്യ്, നൂഡിൽസ്, ഇനിയും രാംദേവ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ഒറ്റ സംഗതിയുള്ളത് കോണ്ടമാണ്. അതും ഒരുപക്ഷെ അദ്ദേഹം മാർക്കറ്റിൽ ഇറക്കുമായിരിക്കും. അപ്പോൾ അത്ര കണ്ട് മതത്തെ വാണിജ്യവൽക്കരിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ, ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചില അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മൾ. മദ്രസകളെ കുറിച്ച് ഞാൻ ഇന്ത്യയുടെ ഇരുന്നപ്പോൾ നോർത്തിൽ നിന്ന് ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നു, മദ്രസകൾ ഇതുപോലെയുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനിപ്പോൾ മലപ്പുറത്തെല്ലാം പോയിട്ട് ഒത്തിരി മദ്രസകൾ യാത്ര ചെയ്ത് കുറേ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു, അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. ഞാൻ ശരിക്കും പഠിച്ചത് നല്ലൊരു സ്റ്റോറി എഴുതി. കേരളത്തിലെ മദ്രസകൾക്ക് വ്യക്തമായ സിലബസ് ഉണ്ട്, പാഠപുസ്തകങ്ങളുണ്ട്, വളരെ വ്യക്തമായിട്ട് മത പഠനം തന്നെയാണ് നടന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ മറ്റ് ഒരു സമാന്തര വിദ്യാഭ്യാസം എങ്ങനെ വരുന്നു? അല്ലെ, മദ്രസകൾക്ക് ഒരു റാഡിക്കലൈസേഷൻ നടന്നിട്ടുണ്ട്. റാഡിക്കലൈസേഷൻ നടന്നത് പിന്നെ ഈ അഫ്ഗാനിലെ സോവിയറ്റ് അധിനിവേശത്തെ തുടർന്ന് വന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതിന്. ആ സമയത്താണ് പാകിസ്ഥാനിലെ അമേരിക്ക മദ്രസകൾ സ്ഥാപിക്കുന്നത്. ആ മദ്രസ സ്ഥാപനത്തിന് ശേഷമാണ് ആഗോളതലത്തിൽ മദ്രസകളുടെ റാഡിക്കലൈസേഷൻ നടന്നത്. മദ്രസകളുടെ റാഡിക്കലൈസേഷന്റെ പിന്നെ അൽ-അസ്ഹർ സർവകലാശാലയോ മദീന സർവകലാശാലയോ ഒരൊറ്റ മുസ്ലിം സർവകലാശാലയും അല്ല, അത് പെൻറ്റഗണിൽ നിന്നുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട മദ്രസകളാണ്. അതിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഒരു താഴേക്ക് പിന്നെ ഉള്ള സ്വാധീനം നമ്മുടെ ഇടയിലുള്ള ആളുകൾക്കിടയിലും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ബോധപൂർവം, വളരെ പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ചെടുത്ത കരിക്കുലം തന്നെയാണെന്നുള്ളതാണ്. കാരണം റൂട്ട്ലിഡ്ജ് ഒരു 4ഓളം പ്രസിദ്ധീകരണങ്ങൾ ഈ സൗത്ത് ഏഷ്യയിലെ മദ്രസകളെ കുറിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്നുള്ളത്. ഇന്നും USIS ഒരു ആക്സസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, മദ്രസകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് മദ്രസകളിൽ തമിഴ്നാട്ടിൽ അവരിത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും 1-2 അവർ ചെയ്തിരുന്നു. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതൽ വായിക്കുക, വായനാശീലം നമ്മുടെ ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കുക, ഇംഗ്ലീഷ് ഭാഷയിലാവുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ലോക വിജ്ഞാനം കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ ഇപ്പം മാറി മാറി വരുന്നുണ്ട്. നമ്മളിപ്പം ഈ കുട്ടികളെ ഈ മിസ്സിംഗ് ആയിട്ട് പറയുന്ന കുട്ടികളുടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ നന്നായി വായിക്കുന്നവരായിരിക്കും, അവർ നന്നായി പഠനം ചെയ്തവരാണ്. അപ്പോൾ ഇതൊന്നും ഇതെല്ലാം കൊണ്ട് അതിനെ അവരുടെ ഒരു ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ പറ്റും. കേരളത്തിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കിടയിലെ മാർത്തോമാ സഭ, അതുപോലെയുള്ള സഭ, CSI, അവിടെ നിന്നാണ് ധാരാളം പേർ പെന്തിക്കോസിലേക്ക് പോയത്. ഇവന് കൈകുട്ടി പാട്ട് പാടുക, ഇമോഷണലായിട്ട് ഹിസ്റ്ററിക്കലായിട്ട് പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ സ്തോത്രം വിളിക്കുക, അങ്ങനെ ആ ഒരു ടെൻഡൻസി കത്തോലിക്ക സഭയിലും വളർന്നപ്പോൾ കുറേ അച്ഛന്മാരുണ്ടല്ലോ വലിയ ആത്മീയ പ്രഭാഷണങ്ങളുമായിട്ട് ഇറങ്ങി. ആ ഒരു ശക്തിക ചേരി വളർന്നു വന്നു. പോട്ട ഒക്കെ അതിൻ്റെ ഉൽപ്പന്നമാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പോട്ട പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കത്തോലിക്ക സഭ അംഗീകരിച്ചു, അതുപോലെയുള്ള മുന്നേറ്റങ്ങളെ അംഗീകരിച്ചു. ഇതുപോലെയുള്ള ടെൻഡൻസിയുള്ള ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാനും പിടിച്ചിരുത്താനും സഭയ്ക്കകത്ത് കെട്ടി നിർത്താനും ഒതുക്കി നിർത്താനുമുള്ള ഒരു സംഘടിതമായ നീക്കം സഭാ നേതൃത്വം തന്നെ നടത്തി. ഇതുപോലെ മുസ്ലിം സമുദായത്തിൽ
ഇങ്ങനെ ടെൻഡൻസിയുള്ള അധിക ആത്മീയ തൽപരരായ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിന് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഒരു ഏലിയനേഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രം എ ഫാമിലി, അത് നമ്മൾ ഈ ഒരു സ്പിരിച്വൽ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ എനി കൈൻഡ് ഓഫ് അഡിക്ഷൻ, ലെറ്റ്സ് സേ അതൊരു ഡ്രഗ് അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ ലീനിങ്സ് ആവാം, ഓർ ലെറ്റ് ഇറ്റ് ബി എന്താണ് വാച്ചിങ് ടു മച്ച് പോൺ. അതായത് അങ്ങനെയുള്ള ഓരോ കാരണങ്ങളിലേക്കും ആരെങ്കിലും എത്തിച്ചേരുന്നതിനെല്ലാം ഓരോ റീസൺസ് ഉണ്ടാവും. ആൻഡ് വി നീഡ് ടു ലുക്ക് ഇൻ ടു ദോസ് റീസൺസ്. ഈ ഏലിയനേഷൻ എന്ന് പറയുന്ന ഫാക്ടർ അല്ല, അതായത് താൻ ഒറ്റപ്പെടുകയും അപ്പോൾ തനിക്ക് ഇനി എവിടെയാണ് തൻ്റെ മീനിങ് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണല്ലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അതായത് ഒരു ഡ്രഗ് അഡിക്റ്റ് എങ്ങനെ പുതിയൊരു സിറ്റിയിൽ പോയാൽ ഒരു ഡ്രഗ് ഡീലറെ കണ്ടെത്തും, അതുപോലെ തനിക്ക് ആവശ്യമുള്ള ഡ്രഗ് അത് സ്പിരിച്വൽ, അത് ഒരു ഇസ്ലാമിക് സ്പിരിച്വൽ സ്റ്റഫ് ആണെങ്കിൽ അതിനു വേണ്ടി അവരെങ്ങോട്ടേക്ക് പോകുന്നു. അത് മദ്യപാനികളും അങ്ങനെ. ഇപ്പം കേരളത്തിൽ ബാർ കാണാനില്ലല്ലോ, പക്ഷേ മദ്യപാനികൾ എവിടെ ചെന്നാലും അവർക്ക് കിട്ടുന്ന സോഴ്സുകളുണ്ട്. യെസ്, അതാണ്. അപ്പോൾ ആ സോഴ്സുകൾ സാറ് പറഞ്ഞതുപോലെ ഈ ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി, റാഡിക്കൽ സ്പിരിച്വാലിറ്റി കിട്ടുന്ന സോഴ്സസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക, അതിനെ കർബ് ചെയ്യാൻ ശ്രമിക്കുക. പകരം ഓൾട്ടർനേറ്റീവ് സ്പിരിച്വൽ ലീനിങ്സ് തീർച്ചയായും ഉണ്ടാവണം. അല്ലാതെ അതിന് ഈ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ നിൻ്റെ ഈ പ്രശ്നം തീരും എന്നല്ല. പകരം ഇസ്ലാമിക് സ്പിരിച്വൽ ലീഡേഴ്സ് ചിന്തിക്കണം, അവരവിടെ നിന്ന് പുതിയ ഔട്ട്ലെറ്റ്സ് ഈ പറയുന്ന ഏലിയനേഷൻ ഫീൽ ചെയ്യുന്ന ഒരു യങ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന സ്പിരിച്വൽ ഗൈഡൻസ്, സ്പിരിച്വൽ ലീഡേഴ്സ് അവിടെ വേണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി കമോഡിഫൈഡ്. തീർച്ചയായിട്ടും ആത്മീയതയ്ക്ക് ഒരു നിയന്ത്രണം വേണോ? അതായിരിക്കണം നമ്മുടെ ഒരു അടിസ്ഥാനപരമായ അവസാനത്തെ ചോദ്യം. എന്ത് പറയുന്നു അഷ്റഫ്? അല്ല, ആത്മീയതയ്ക്ക് നിയന്ത്രണം വേണമെന്ന് പ്രോഫറ്റ് അത് ആദ്യം പഠിപ്പിച്ച ആളാണ് പ്രോഫറ്റ്. അല്ല, ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാം പ്രോഫറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ഒട്ടകത്തെ നീ കെട്ടിയിട്, എന്നിട്ട് നീ തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയുക. നിന്റെ ഫസ്റ്റ് യു ലോക്ക് യുവർ കാർ, ദെൻ യു ട്രസ്റ്റ് ഇൻ ഗോഡ്. അതാണ് പ്രോഫറ്റിന്റെ സമീപനം. അല്ലാതെ എല്ലാം നിന്റെ ജീവിതം സമ്പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക എന്നുള്ളതല്ല. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യുക, കാരണം നീ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ആ ബോധ്യം നിനക്ക് എപ്പോഴും ഉണ്ടാകും. ആത്മീയതയ്ക്കൊരു നിയന്ത്രണമല്ല, ആത്മീയതയെക്കുറിച്ച് പുതിയ ഒരു അവബോധമാണ് നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക് ആവശ്യം. വട്ടമേശ ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ആൾക്കാർ എന്തുകൊണ്ട് IS പോയി, ആ വാർത്ത എന്തുകൊണ്ട് കേരളത്തിൽ ആശങ്കയുണ്ടാക്കി? തീർച്ചയായിട്ടും കേരള സമൂഹം ചിന്തിക്കുകയാണ്. എല്ലാ സമുദായങ്ങളും, ആത്മീയതയുടെ പുറകെ പോകുന്ന എല്ലാ യുവാക്കളും ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയവുമായി വട്ടമേശയിൽ പങ്കെടുത്തത് പ്രശസ്ത സാമൂഹ്യ ചിന്തകൻ ജോൺ സാമുവൽ, ഡോക്ടർ ജമീല ബീഗം, കേരള സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ മുൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഡോക്ടർ വർഷ ബഷീർ സാമൂഹ്യ ഗവേഷക, അഷ്റഫ് കടക്കൽ കേരള സർവകലാശാല ഇസ്ലാമിക് ഹിസ്റ്ററി വിഭാഗം അധ്യാപകൻ. നന്ദി, നമസ്കാരം.